ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നേരം വെളുക്കും വരെ മഴ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലൈമറ്റും ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒടുക്കത്തെ തണുപ്പും അതാണ് ഈ ജാക്കറ്റൊക്കെ വലിച്ചു കയറ്റിയിട്ട് പോകുന്നത്. ഒരു ലീവ് ദിവസമല്ല, അപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. ഞാൻ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും റെമീനും അനീസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ അൻസാർക്കാരുടെ റൂമിലേക്ക് ചായ കുടിക്കാൻ ക്ഷണുണ്ടായിരുന്നു. അപ്പോൾ നേരെ പിന്നെ അങ്ങോട്ട് പോയി. നമ്മളങ്ങോട്ട് എത്തുമ്പോഴത്തേനും ടേബിളും ചായയും സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തണുപ്പായതുകൊണ്ട് നല്ല ചൂട് കട്ടൻ ചായയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഇങ്ങനെ വറുത്തെടുത്തത് നല്ല ചൂട്ടോടുള്ള കോളിഫ്ലവറും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബൺമസ്കി ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് തിന്നു. കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കോളിഫ്ലവറും ചായയും ബൺമസ്കി ഇതൊക്കെ ഞങ്ങളിരുന്ന് കഴിച്ചതിന് ശേഷം നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. എല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആ പുറത്താൻ ഒടുക്കത്തെ തണുപ്പിനെ പിന്നെ പ്രതിരോധിക്കാൻ നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ. അപ്പം നേരെ നല്ല ചൂട് ചായ കുടിക്കാൻ വേണ്ടി വിട്ട് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ചായ മാത്രമായിട്ട് എങ്ങനെ കുടിക്കുക, അങ്ങനെ കുഞ്ഞിപ്പത്തിൽ ഒരെണ്ണം ഓർഡർ ആക്കിയിട്ടാ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കുഞ്ഞിപ്പത്തലിനെ ആക്രമിച്ചില്ലാണ്ടാക്കി. അത് കഴിഞ്ഞതേ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. തണുപ്പായതുകൊണ്ടാണ് ഇരിക്കാനും നല്ല സുഖമുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ ഇപ്പം പഴയ പോലല്ലല്ലോ. അൻസാർക്കാക്കും ഫിറോസ്കാക്കും ഫാമിലി ഉള്ളതുകൊണ്ട് അധികം നേരം നമ്മളെ കൂടെ ചിലവഴിക്കാൻ പറ്റൂല. അപ്പം അവരവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പം അവരങ്ങോട്ട് വിട്ടുവിട്ടാ. അങ്ങനെ ഞാനും അനീസും റെമീനും കൂടിയിട്ട് നേരെ ഇന്ത്യൻ ക്ലബ്ബിൽ പോയി. അവിടെ ഒന്നും ഒരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത് പിടിച്ചില്ല. നമ്മളവിടെ ചെന്നപ്പോൾ ക്ലാസിക്കൽ പാട്ടുകളൊക്കെ ആയിരുന്നു, നമുക്കതൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ തട്ടിമുട്ടിയൊക്കെ നിന്നിട്ട് നേരെ നെസ്റ്റോയ്ക്ക് വിട്ടുവിട്ടാ. നെസ്റ്റോയിൽ കയറിയിട്ടൊന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ അനസ്ക ഉണ്ടായിരുന്നു കേട്ടോ. അനസ്ക എന്നും കണ്ടാൽ പറയാം എന്നെ വീഡിയോയിലൊന്ന് കാണിക്കുമോ, എന്നൊന്ന് വീഡിയോയിലൊന്ന് കാണിക്കുമോ. നമ്മുടെ അടുത്ത് അനസ്ക ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ അനസ്കാനെ കുറേ വിളിച്ചിട്ട്, പക്ഷെ അനസ്കാക്ക് അപ്പം ചമ്മലായി. അങ്ങനെ കുറേ നേരം അനസ്ക കളിച്ച് അനസ്ക അങ്ങനെ പോയി. പിന്നെ അവിടുന്ന് ഞങ്ങാനും റെമീനും അനീസും കൂടി നേരെ മനാമയ്ക്ക് വിട്ടുവിട്ടാ. കുറേ നേരം അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങി കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. അതിന് ശേഷം നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കേണ്ട ടൈമായിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നേരെ വിട്ടു സ്പൈസി കഫേ ചെന്നപ്പോഴോ എല്ലാവരും, എനിക്ക് തോന്നുന്നുണ്ട് ബഹ്റൈനിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ തിരക്ക്. അവർ പറഞ്ഞു ഒരു അരമണിക്കൂർ വേണം എന്നാലേ സീറ്റ് ഒടിയുള്ളൂ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ പുറത്തെ ഷവായി കറക്കണത് നോക്കിയിട്ട് കുറേ നേരം അവിടെ നോക്കി ഷവായി എണ്ണി ഇങ്ങനെ ഇരുന്നു കിട്ടാ. ഇതാണെങ്കിൽ തീരുമ്പോൾ ഇവരിങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സ്പൈസി കഫേയിലത്തെ ഷവായിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചമ്മന്തിയാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവായിരിക്കും. ചമ്മന്തി ഇതിൻ്റെ കൂടെ കിട്ടും. അതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം. സ്പൈസി ഇഷ്ടമായവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുണ്ടായത്. ഷവായൊക്കെ ഉണ്ടല്ലോ നല്ല എന്താ പറയുക, നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തൊടുമ്പോഴത്തേനും ഉരുപ്പോരായിരുന്നു. അങ്ങനെ പിന്നെ അത് മുക്കി ചമ്മന്തിയിലൊക്കെ മുക്കി നമ്മൾ തിന്നുട്ടാ. നല്ല കിടിലൻ സാധനമായിരുന്നു. അങ്ങനെ പിന്നെ സമയമായിട്ടാ. അങ്ങനെ ഞാൻ പിന്നെ നേരെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനിങ് ആയി. അങ്ങനെ പിന്നെ റെമീനോടും അനീസിനോടൊക്കെ യാത്ര പറഞ്ഞ് നേരെ ബസ്സിൽ കയറിയിട്ടാ. ഇനി ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ് ബുധയിലോട്ട്. ബുധയിലാണ് എൻ്റെ റൂം വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.